ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റാഗി കൊണ്ടുള്ള ഇലയടയാണ്. അപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇലയട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇലയട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ചൂട് വെള്ളം വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് സാധാരണ പച്ചവെള്ളം വെച്ചിട്ടും ഇതൊന്ന് കുഴച്ചെടുക്കാം. പക്ഷെ നമ്മൾ ചൂട് വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഉള്ള പരുവം എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടി ലൂസ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും 1/4 കപ്പ് പൊട്ടുകടലയും 2 ഏലക്കായും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് ഒരു കഷ്ണം വാഴയിലയിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ ആയിട്ടെടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. പരത്തി എടുക്കുമ്പോഴത്തേക്കും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു രീതിക്ക് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പരത്തി എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിന്നായിട്ട് വരത്തക്ക രീതിയിൽ വേണമെന്ന് പരത്തി എടുക്കാനായിട്ട്. ഇനി നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഈ റാഗിയുടെ മുകളിലായിട്ട് നമുക്ക് ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും ഫില്ലിംഗ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സ്റ്റീമറിലേക്ക് വേവിക്കാനായിട്ടൊന്ന് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മുതൽ ഒരു 20 മിനിറ്റ് വരേക്കും നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇലയട റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി അടയാണ്. അപ്പം എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.